ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഹയർച്ച് ഒളികളുടെ അവസാനത്തെ ഒരു അടവ് എന്ന് പറയുന്നത് ഒക്ടോബർ ആകുമ്പോഴേക്കും നമ്മൾ കമ്പനി തിരിച്ചു വരും എന്നുള്ള ആ ഒരു പിന്നെ ഡയലോഗാണ് ശ്രീനാഥ് പ്രതാപനും ബാക്കി എല്ലാവരും അടിക്കുന്നത്. എന്നാലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒക്ടോബർ എന്ന് പറയുമ്പോൾ അടുത്ത മാസത്തിൻ്റെ അപ്പുറത്തെ മാസമാണ്. ഇത് സെപ്റ്റംബർ അല്ല, ഇത് ആഗസ്റ്റ് 15 കടന്നിരിക്കുന്നു. സെപ്റ്റംബർ, ഒക്ടോബർ, വെറും 60 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. 60 ദിവസം കാത്തിരിക്കാൻ വേണ്ടിയിട്ട് അയ്യൂബ് ഖാനെ പോലെ, ഷബീബ് ഷാനെ പോലെയുള്ള ആൾക്കാർക്ക് പറ്റൂലേ? ഒരുപാട് ഹൈറേഞ്ചിലെ ലീഡർമാർ, ലേഡി ലീഡർമാരൊക്കെ ഈ ഓക്സിജനോ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് പോയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ ഒരു 60 ദിവസം നിങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റൂലേ? അപ്പോൾ നിങ്ങൾക്കറിയാം, 60 അല്ല, ഇനി 600 ദിവസം കാത്തിരുന്ന് കഴിഞ്ഞാലും ഹൈറച്ച് എണീച്ച് വരൂല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ ഒക്ടോബർ എന്നുള്ള കാര്യങ്ങൾ കാത്തിരിക്കാത്തത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വളരെ ആവേശത്തോടു കൂടി ഭയങ്കര മലമറിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയതാണ് മട്ടന്നൂരിലെ നിക്ഷേപകരുടെ കൂട്ടായ്മ. മട്ടന്നൂരിലെ നിക്ഷേപകരുടെ കൂട്ടായ്മ ഇപ്പം ഭയങ്കര കോമഡിയാണ്. അപ്പോൾ അവർ പറയുന്നത്, കേസ് കൊടുക്കുന്നവർക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം, മേലോട്ട് നോക്കിയിരിക്കുന്നവർക്ക് വേണമെങ്കിൽ മേലോട്ട് നോക്കിയിരിക്കാം, പൈസ കമ്പനി തിരിച്ചു വന്നിട്ട് 5 ഇരട്ടി 10 ഇരട്ടി വാങ്ങണമെന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ ഇരിക്കാം. ഇനി ഒന്നും ഇരിക്കണ്ടേ, വെറുതെ ഇരിക്കുന്നവർക്ക് വെറുതെ ഇരിക്കാം എന്നുള്ള തീരുമാനത്തിലാണ് മട്ടന്നൂർ ഗ്രൂപ്പ്. അപ്പോൾ മട്ടന്നൂർ ഗ്രൂപ്പിലെ അഡ്മിന്മാരായിട്ടുള്ള ചില ആൾക്കാർ ഭയങ്കര പറയുന്നത്, ശ്രീനാഥ് പ്രതാപൻ പറഞ്ഞിട്ടുണ്ട് ഒക്ടോബറിൽ കമ്പനി തിരിച്ചു വരും എന്ന് ശ്രീനാഥ് പ്രതാപൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിലാണ് മട്ടന്നൂർ ഗ്രൂപ്പിലും പ്രതീക്ഷ എന്നാണ് തോന്നുന്നത്. ഒക്ടോബർ വരെ നിങ്ങൾ കാത്തിരിക്കും, ഒക്ടോബറിന് ശേഷം നിങ്ങൾ കേസ് കൊടുത്തോളൂ എന്നുള്ളതാണ്. ഒക്ടോബർ അല്ല, ഈ ആഗസ്റ്റ് കഴിഞ്ഞാൽ ഇല്ല, ഓഗസ്റ്റ് കഴിയാൻ പോലും നിങ്ങൾ കാത്തിക്കണ്ട. അങ്ങനെ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് EDയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുകയുള്ളൂ. ED വളരെ സ്പീഡാണ്. കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നു, അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ടിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണ് നിയമത്തിൻ്റെ ഇരിപ്പ് വശങ്ങളൊക്കെ. അപ്പോൾ ആർക്കെങ്കിലും, ഈ മട്ടന്നൂർ ഗ്രൂപ്പ് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും ഗ്രൂപ്പ് ആയിക്കോട്ടെ, ആർക്കെങ്കിലും നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ നിങ്ങളുടെ പണത്തിൽ വേവലാതി ഉണ്ടെങ്കിൽ, ആ പണം തിരിച്ചു കിട്ടണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നാളെ തന്നെ പോയിട്ട് അല്ലെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് FIR രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ബാക്കി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പർ നിങ്ങളുടെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഉണ്ടായിരിക്കുന്ന ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, പോലീസ് സ്റ്റേഷനിൽ അടക്കമാണ് നമ്മൾ വിളിച്ചിട്ട് ഒരു FIRൻ്റെ മോഡൽ തരുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ പോലീസുകാർക്ക് പോലും അറിയാം നമ്മളെ കുറിച്ച്. അപ്പോൾ പറഞ്ഞ് അറ്റ്ലീസ്റ്റ് ഒരു നമ്പറെങ്കിലും തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മോഡൽ നോക്കിയിട്ട് ഒരു FIR ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഹൈറേഞ്ചിലെ ലീഡർമാരെല്ലാവരും തന്നെ കൊഴിഞ്ഞു പോയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇനി നിങ്ങൾ മാത്രമായിരിക്കും ഇതൊന്നും അറിയാതെ ഹൈറേഞ്ച് തിരിച്ചു വരുമെന്ന് ഉള്ള ആ ഒരു വിഡിത്തം കേട്ടിട്ട് കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ മാത്രമായിരിക്കും. ബൈ.